വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം, ഒപ്പമുണ്ടാവും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വികസനത്തിന്റെ പരവതാനി വിരിച്ചതാണ് സഖിന്റെ മടിത്തട്ടിലെ മലയോര മണ്ണിൽ വികസനത്തിന്റെ വിസ്മയങ്ങൾ തീർത്ത പ്രിയപ്പെട്ട പുത്രൻ സീതത്തോടിന്റെ മണ്ണിലേക്ക് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ കടന്നു വരികയാണ്. സീതത്തോടിന്റെ ജന്മനാട് നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ സ്വീകരണ യോഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. കരന്റെ ആശ്വാസമായി നിയമസഭയുടെ തലങ്ങളിൽ കോന്നിയുടെ സിംഹഗർജനമായ നേതാവ് വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ലെന്ന് കോന്നി മെഡിക്കൽ കോളേജിന്റെ തിളക്കമാർന്ന ചുവരുകൾ സാക്ഷി കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിൽ ഹൈവേകളായി മാറി അന്ധകാരം മാഞ്ഞ ഗ്രാമവേദികൾ വികസനത്തിന്റെ വെളിച്ചം പരന്നു. കലയും കായികവും ഉന്നയിച്ചു കോന്നിയെ കേരളത്തിന്റെ വിനോദസഞ്ചാര വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഒന്നാമതാക്കിയ ജനനായകൻ ഏതാനും നിമിഷങ്ങൾക്കകം സീതത്തോടിന്റെ മണ്ണിലേക്ക് ജന്മനാട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ സ്വീകരണ യോഗം അത്യാവശ്യമാക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സഖ്യന്റെ കാവലാളായി ജനതയുടെ തോടനായി സീതത്തോടിന്റെ കുന്നിൻചെരുവുകളിൽ ഓടിക്കളിച്ചു വളർന്ന ഈ മണ്ണിന്റെ മണവും മനുഷ്യന്റെ വേദനയും ഒരേപോലെ പെട്ടറിഞ്ഞ സീതത്തോടിന്റെ സ്വന്തം മകൻ ഇതാ നമ്മളിലേക്ക് കടന്നു വരുന്നു. വികസനത്തിന്റെ പടത്തലവൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ. വാക്കുകൾക്ക് വിരാമമിട്ടുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വിപ്ലവം തീർത്ത ജനനായകൻ. പൊതുമരാമത്ത് വകുപ്പിന്റെ ചരിത്രത്താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട വിസ്മയം. സീതത്തോട് പാലം വെറും 100 ദിവസം കൊണ്ട് ആധുനികതയുടെ കരുത്തിൽ സീതത്തോട് പാലം പണിതീർത്ത നമ്മുടെ ജനീഷിന്റെ നിശ്ചയദാർഢ്യമാണ്. ഇത് വെറും പാലമല്ല, സീതത്തോടിന്റെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വികസനത്തിന്റെ മഹാസേതുവാണ്. തണ്ണിത്തോടിന്റെ തണലായി, ചിറ്റാറിന്റെ ചിന്താധീരനായി, സീതത്തോടിന്റെ സീമന്തപുത്രനായി, സാക്ഷാൽ കോന്നിയുടെ കാവൽപടൻ, സീതത്തോടിന്റെ സീമന്തപുത്രൻ, മലനാടിന്റെ മാനസപുത്രൻ. ഏതാനും നിമിഷങ്ങൾക്കകം സീതത്തോടിന്റെ ജന്മനാടിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഈ നാട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. കലഞ്ഞൂരിന്റെ കരുത്തനായി, ഏനാദിമംഗലത്തിന്റെ ഏകലവ്യനായി, വള്ളിക്കോടിന്റെ വിപ്ലവ സൂര്യനായി, പ്രമാണത്തിന്റെ പോരാളി വീരനായി, അരിവാപ്പുലത്തിന്റെ യശ്വാരൂഢനായി, മലയാളപ്പുഴയുടെ മേഘരൂപനായി, മൈലപ്പുഴയുടെ മാനസപുത്രനായി എത്തിച്ചേരുന്നതാണ്. സീതത്തോടിന്റെ മണ്ണിലേക്ക്, തന്റെ ജന്മനാടിന്റെ ഹൃദയത്തുടിപ്പിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ കടന്നു വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വികസനത്തിന്റെ പുതുചരിത്രം കുറിച്ചുകൊണ്ട് കോന്നിയുടെ മണ്ണിൽ മാറ്റത്തിന്റെ വസന്തം തീർത്ത പ്രിയപ്പെട്ടവൻ ആവേശപരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഈ നാടിന്റെ പ്രിയപുത്രൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ സീതത്തോട് ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. സീതത്തോടിന്റെ പലതരകളെയും മണ്ണറിഞ്ഞ മനുഷ്യനെയും സാക്ഷ്യത്തെ വികസനത്തിന്റെ വിപ്ലവനായകൻ കടന്നു വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം സീതത്തോടിന്റെ മണ്ണിലേക്ക് വികസനത്തിന്റെ വൻമതിലുകൾ തീർത്തുകൊണ്ട് കോന്നിയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ജനനായകൻ, നമ്മുടെ നാടിന്റെ പ്രിയപുത്രൻ, പാവപ്പെട്ടവന്റെ ചങ്ങാതി, നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ഏതാനും നിമിഷങ്ങൾക്കകം സീതത്തോടിന്റെ മണ്ണിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ആവേശോജ്വലമായ സ്വീകരണത്തിലേക്ക്
ഈ പരിപാടിയുടെ ഭാഗമാകാൻ വന്ന മുഴുവൻ ആളുകളും ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ നിന്നും ഇടതുവശത്തേക്ക് മാറി നിൽക്കണം. ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾക്ക് പോകാൻ ക്രമീകരണം ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിന്റെ ഈ പ്രിയപ്പെട്ടവർ ജന്മനാടിന്റെ ഹൃദയത്തിൽ നിന്നുള്ള 1000 അഭിവാദ്യങ്ങൾ ഇതാ വരുന്നു. നമ്മുടെ ജനനായകൻ അഡ്വക്കേറ്റ് ജനീഷ് കുമാറിന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സീതത്തോടിന്റെ മണ്ണും മനസ്സ് മറിഞ്ഞ ജനനായകൻ, വികസനത്തിന്റെ വിപ്ലവ നായകൻ കടന്നു വരികയാണ്. വാക്കുകളിലല്ല, വികസനത്തിന്റെ മന്മതിലുകൾ തീർത്തുകൊണ്ട് കോന്നിയുടെ ചരിത്രം മാറ്റിമറിച്ച കർമ്മയോഗി, നമ്മുടെ നാടിന്റെ പ്രിയപുത്രൻ, പാവപ്പെട്ടവന്റെ ചങ്ങാതി, നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് ജനീഷ് കുമാർ ആവേശത്തിന്റെ അടയാളമായി ജനസഹസ്രങ്ങളിൽ നിറഞ്ഞ ഈ മഹാപ്രവാഹം സീതത്തോടിന്റെ ഹൃദയഭാഗത്തേക്ക് ഇതായി എത്തുന്നതാണ്. ഇത് കേവലം സ്വീകരണമല്ല, ഇത് ജനകീയ വികസനത്തിനുള്ള ഈ നാടിന്റെ പിന്തുണയാണ്. ഇന്നലത്തെ സ്വപ്നങ്ങളെ ഇന്നത്തെ യാഥാർത്ഥ്യമാക്കിയ ആ കർമ്മശേഷിക്ക് നമ്മുടെ നാടിന് ഈ പ്രിയപ്പെട്ടവന് ജന്മനാടിന്റെ ഹൃദയങ്ങളിൽ നിന്ന് 1000 അഭിവാദ്യങ്ങൾ. ചരിത്രം വഴിമാറുകയാണ്. കേന്ദ്രങ്ങളിൽ നമ്മുടെ നാടിന്റെ ശബ്ദമായി മാറിയവൻ ജനീഷ് കുമാർ. ഇത് വെറും ഒരു വരവല്ല, ഹൃദയസ്പർശിയായ വരവേൽപ്പാണ്. ആ ഭാരവട്ടം ജനങ്ങളും ഒരു മഹാസാഗരമായി ഒഴുകിയെത്തിയിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനത്തെ സ്നേഹിക്കുന്ന ഈ ജനപ്രവാഹങ്ങളിലേക്ക് നമ്മുടെ നായകനെ നമുക്ക് നെഞ്ചിലേറ്റാം. അതെ, കോന്നിയുടെ കരുതിയ സ്ഥാനാർത്ഥിക്ക് 1000 അഭിവാദ്യങ്ങൾ. ഇതാ ഈ ജനസാഗരത്തെ സാക്ഷിയാക്കി അദ്ദേഹം നമ്മളിലേക്ക് എത്തുകയാണ്. സ്വാഗതം, സുസ്വാഗതം, സ്വാഗതം. പ്രിയപ്പെട്ട ജനീഷ് കുമാറിന് ജന്മനാട്ടിലേക്ക് സ്വാഗതം. ഇന്ന് സീതത്തോടിന്റെ ആകാശത്തിന് വികസനത്തിന്റെ തിളക്കമാണ്. ഈ മണ്ണിന് വിജയത്തിന്റെ ഗന്ധമാണ്. താൻ നടന്ന വഴികളിലെ മറക്കുവാൻ ജന്മനാടിന്റെ ഹൃദയസ്പന്ദനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവൻ ഇതാ കടന്നു വരുന്നു. കാരിരുമ്പിന്റെ കരുത്തും കനൽ വഴികളിലെ പോരാട്ട വീര്യവുമായി നമ്മുടെ വികസന നായകൻ. വാക്കുകൾ കൊണ്ട് മാന്ത്രികത കാട്ടുന്നവനല്ല, പ്രവൃത്തി കൊണ്ട് വിസ്മയം തീർത്ത നമ്മുടെ ജനനായകൻ. പ്രവൃത്തി കൊണ്ട് വിസ്മയം തീർത്ത നമ്മുടെ ജനനായകൻ, നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് ജനീഷ് കുമാർ. സീതത്തോടിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ ഇതളുകൾ വിരിച്ചുകൊണ്ട് ഈ സീതത്തോടിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ ഇതളുകൾ വിരിച്ചുകൊണ്ട് ഈ ജനസാഗരം 1000 സൂര്യന്മാരുടെ പ്രഭയോടെ അദ്ദേഹത്തെ വരവേൽക്കുകയാണ്. ഇത് ചരിത്രത്തിന്റെ നിയോഗം, ഇത് വികസനത്തിന്റെ തുടർച്ച. അകലെ നിന്നൊഴുകിയെത്തുന്ന ഈ ആവേശത്തിന്റെ തിരമാലകളിൽ അണിചേരാൻ, മാറ്റത്തിന്റെ നായകനെ നെഞ്ചിലേറ്റാൻ നമുക്കേവർക്കും ഒരുമിച്ച് നിൽക്കാം. ഇതാ ജനമനസ്സുകളുടെ രാജകുമാരൻ കടന്നു വരുന്നു. അഡ്വക്കേറ്റ് ജനീഷ് കുമാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, സഖ്യപുത്രന്റെ ഗാംഭീര്യവും കാനന ഭംഗി തുടിക്കുന്ന ശീലതയും ഒരുപോലെ ഉയരുന്ന സീതത്തോടിന്റെ മണ്ണിൽ ഇന്ന് ആവേശത്തിന്റെ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെടുകയാണ്. നമ്മുടെ മലനാടിന്റെ സ്വപ്നങ്ങൾ
വികസനത്തിന്റെ ചെറുകുകൾ നൽകിയ ജനനായകൻ കാരിരുമ്പിന്റെ കരുത്തും കടലോളം സ്നേഹവുമായി നമ്മുടെ മുന്നിലേക്ക് ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീതത്തോടിന്റെ മലനിരകളെയും മണ്ണറിഞ്ഞ മനുഷ്യരെയും സാക്ഷി നിർത്തി വികസനത്തിന്റെ വിപ്ലവ നായകൻ കടന്നു വരികയാണ്. വാക്കുകളല്ല, വികസനത്തിന്റെ വൻമതിലുകൾ തീർത്തുകൊണ്ട ഒന്നിയുടെ ചരിത്രം മാറ്റിമറിച്ച ജനനായകൻ, നമ്മുടെ നാടിന്റെ പ്രിയപുത്രൻ, പാവപ്പെട്ടവന്റെ ഗംഗാധി, നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആവേശത്തിന്റെ ഇലകടലായി ജനസഹസ്രങ്ങൾ അണിനിരന്ന ഈ മഹാപ്രവാഹം സീതത്തോടിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് കേവലം ഒരു സ്വീകരണമല്ല, ഇത് ജനകീയ വികസനത്തിനുള്ള നാടിന്റെ ഐക്യദാർഢ്യമാണ്. ഇന്നലെയുടെ സ്വപ്നങ്ങളെ ഇന്നത്തെ യാഥാർത്ഥ്യമാക്കിയ ആ കർമ്മശേഷിക്ക് നമ്മുടെ നാടിന്റെ, നമ്മുടെ പ്രിയപ്പെട്ടവന് ജന്മനാടിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിവാദ്യങ്ങൾ. ഇതാ വളർന്നു നമ്മുടെ ജനനായകൻ ഹൃദയപൂർവ്വം സ്വാഗതം സീതത്തോടിന്റെ മണ്ണും മനസ്സ് പറഞ്ഞ ജനനായകൻ, വികസനത്തിന്റെ വിപ്ലവനായകൻ കടന്നു വരികയാണ്. വാക്കുകളിലല്ല, വികസനത്തിന്റെ വന്നതിൽ തീർത്തുകൊണ്ട് മോദിയുടെ ചരിത്രം മാറ്റിമറിച്ച കർമ്മയോഗി, നമ്മുടെ നാടിന്റെ പ്രിയപുത്രൻ, പാവപ്പെട്ടവന്റെ ചങ്ങാതി, നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ആവേശത്തിന്റെ ഇലകടലായി ജനസഹസ്രങ്ങൾ അണിനിരന്ന ഈ മഹാപ്രവാഹം സീതത്തോടിന്റെ ഹൃദയഭാഗത്തേക്ക് അണമുറിയാതെ ഒഴുകിയെത്തുന്നു. ഇത് കേവലം ഒരു സ്വീകരണമല്ല, ഇത് ജനകീയ വികസനത്തിലുള്ള ഒരു നാടിന്റെ ഉറച്ച ഐക്യദാർഢ്യമാണ്. ഇന്നലെയുടെ സ്വപ്നങ്ങളെ ഇന്നത്തെ യാഥാർത്ഥ്യമാക്കിയ ആ കർമ്മശേഷിക്ക് നമ്മുടെ നാടിന്റെ ഈ പ്രിയപ്പെട്ടവന് ജന്മനാടിന്റെ ഹൃദയത്തിൽ നിന്നും ഒരായിരം അഭിവാദ്യങ്ങൾ. ഇതാ വരുന്നു ജനനായകൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാറിന് ജന്മനാട്ടിലേക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ചരിത്രം വഴിമാറുകയാണ്. സീതത്തോടിന്റെ ഹൃദയമിടിപ്പുകൾ ഇന്ന് ആവേശത്തിന്റെ പുതിയൊരു താളം. പറഞ്ഞ വാക്കുകൾ വികസനമാക്കി മാറ്റിയവൻ, ഭരണസിലാകേണ്ടതിൽ നമ്മുടെ നാടിന്റെ ശക്തനായവൻ ഇതാ കണ്ടുവരുന്നു. നമ്മുടെ മാത്രം അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ. ഇതുവരെ മുഴുവനുള്ള ജന്മനാട് തന്റെ പ്രിയപുത്രൻ നൽകുന്ന ഹൃദയസ്പർശിയായ വരവേൽപ്പാണ്. ആവാരവൃത്തം ജനങ്ങളോ, ഇത് കേവലം ഒരു സ്വീകരണമല്ല, ഇത് ജനകീയ വികസനത്തിനുള്ള നാടിന്റെ ഐക്യദാർഢ്യമാണ്. ഇന്നലെയുടെ സ്വപ്നങ്ങളെ ഇന്ന് യാഥാർത്ഥ്യമാക്കിയ
തീർത്ത വികസനത്തിന്റെ വെളിച്ചവുമായി നമ്മുടെ ജനനായകൻ കടന്നു വരുന്നു. വാഗ്ദാനങ്ങളുടെ പുകമറയില്ലാത്ത വികസനത്തിന്റെ വജ്രശോഭയുള്ള പ്രവർത്തികളിലാണ് തന്റെ രാഷ്ട്രീയമെന്ന് തെളിയിച്ച കർമ്മയോഗി. മണ്ണിന്റെ മണവും സ്നേഹനിധികളായിട്ടുള്ള അമ്മമാർ, സഹോദരി സഹോദരന്മാർ, ബഹുജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഈ നാട് രാഷ്ട്രീയത്തിനപ്പുറം ഒരു സഹോദരനും മകനുമെല്ലാം നൽകുന്ന സ്നേഹമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഈ നാടിൻ്റെ സ്നേഹവും കരുത്തുമാണ് പൊതുപ്രവർത്തനത്തിന് ഊർജമായി മുമ്പോട്ട് പോകുവാൻ എനിക്ക് കഴിയുന്നത്. ആറര വർഷം നമുക്കറിയാം, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ദീർഘമായ കാലഘട്ടമല്ല. 6.5 വർഷം എന്നുള്ളത് ഒരു ചെറിയ കാലഘട്ടമാണ്. സാധാരണഗതിയിൽ ഒരു ഡെവലപ്മെന്റ് ആസൂത്രണം ചെയ്ത് അത് സാധ്യമാക്കിയത് ഈ നാട് നൽകിയ പിന്തുണ കൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സ്നേഹമാണ് പൊതുപ്രവർത്തന രംഗത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് എല്ലാ കാലത്തും ഊർജം. നാടിനോട് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മലയോര മേഖലയിൽ നിന്നും ജനം നഗരപ്രദേശങ്ങളിലേക്ക് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ കാലഘട്ടം, ആ കുടിയൊഴുപ്പ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഞാൻ കരുതുന്നത്. ഒരുപാട് പുതിയ ഡെവലപ്മെന്റുകൾ, ആ പുതിയ ഡെവലപ്മെന്റുകൾക്ക് തുടക്കം കുറിക്കാൻ ഈ സമയത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമുക്കറിയാം. ആ ആവശ്യങ്ങളെല്ലാം ഒന്നൊന്നായി നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയും ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കണം. നമ്മൾ വിഭാവനം ചെയ്തതിൻ്റെ ഒരു 30% അല്ലെങ്കിൽ 35% മാത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം എൻ്റെ ജനങ്ങളോട്, എൻ്റെ അമ്മമാരോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉറപ്പു നൽകുകയാണ്. ഈ തവണ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ സീതത്തോട് ഈ നിലയിലായിരിക്കില്ല. മനോഹരമായ ഒരു ടൂറിസം ഗ്രാമമാക്കി ഈ നാടിനെ മാറ്റിയെടുക്കും, ഒരു സംശയവും വേണ്ട. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇനിയും നമ്മുടെ ടൂറിസം എത്തിനോ ഹബിന്റെ പണി കൂടി പൂർത്തീകരിക്കുമ്പോൾ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്ന ഒരു പ്രധാന കേന്ദ്രമാക്കി സീതത്തോടിനെ മാറ്റും. 5 വർഷം കഴിയുമ്പോൾ ഈ നാട് ഇന്നു കാണുന്ന നിലയിലായിരിക്കില്ല. 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും പാലിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നത്. പറഞ്ഞിട്ടുള്ളതൊന്നും നടപ്പിലാക്കിയിട്ടില്ല, നടപ്പിലാക്കാതെ പോയിട്ടില്ല. എല്ലാം നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മുമ്പോട്ട് പോക്ക്. നമുക്കറിയാം, നമ്മുടെ ആശുപത്രി, ആ ജില്ലാ ആശുപത്രി, അതിൻ്റെ നിർമ്മാണം വേഗം നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒരാൾ മരണപ്പെട്ടാൽ
നമുക്ക് റാന്നിയും പത്തനംതിട്ടയിലും പോയി മോർച്ചറിയിൽ വെക്കണം. വഴിമതിയെ നല്ല സൗകര്യമില്ലാത്തത് കൊണ്ട് നിരവധി ആളുകൾ മരണപ്പെടുന്നു. 5 വർഷം കഴിയുമ്പോൾ 5 വർഷം വേണ്ട, 2 വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ആരോഗ്യരംഗത്ത് കിഴക്കൻ മേഖലയിൽ തിലകക്കുറിയായി നമ്മുടെ ആശുപത്രി മാറും. ഒരു സംശയവും വേണ്ട, എല്ലാം പൂർത്തീകരിച്ച് മാറും. ഇനിയും ധാരാളം ഡെവലപ്മെന്റുകൾ നമ്മുടെ ഇവിടെ കൊണ്ടുവരാനുണ്ട്. അതൊന്നും ഇവിടെ ഞാൻ ഈ സമയത്ത് വിശദമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ ബൃഹത് പദ്ധതികളെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടി കഴിയും. അതിനെല്ലാം കഴിയണം. ഈ നാട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പിന്തുണയ്ക്ക് ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കായി, നമ്മുടെ നാടിൻ്റെ ഭാവിക്കായി, നമ്മുടെ നാടിൻ്റെ മാറ്റത്തിനായി നിങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണ നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സീതത്തോടെന്ന ഈ ഗ്രാമത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിജയമാണ്. ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള വിജയമാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വിജയമാണ്. നമ്മുടെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള വിജയമാണ്. ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള വിജയമാണ്. വരുന്ന ദിവസങ്ങളിൽ, വളരെ ചെറിയ ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാം. ആ ചെറിയ ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ ഈ തവണയും രാവും പകലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ സീതത്തോട്ടിലെ ഒരാൾ ആ വീട്ടിലെത്തി എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും. ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് മാത്രം, മറ്റൊരു ഉറപ്പും നൽകുന്നില്ല. ഈ നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഞാൻ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുക്കിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ കൂടി നിൽക്കുന്ന അമ്മമാർ, ഇവരുടെ സ്നേഹമാണ് നമ്മുടെ ആവേശം. ഇവരുടെ സ്നേഹമാണ് പൊതുപ്രവർത്തന രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള ആ ഊർജം. ഈ മഴയത്തും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ, നാളെ പരീക്ഷയുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന ഈ സ്നേഹോഷ്മളമായ ഈ അവസരത്തിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം, ഒപ്പമുണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.